തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് വിശ്വാസികളെ മുതലെടുക്കാൻ നടത്താൻ പോകുന്ന അയ്യപ്പ സംഗമം എന്ന അധ്യായത്തിന് ശേഷം LDF സർക്കാർ ഇനി ചാക്കിട്ട് പിടിക്കാൻ പോകുന്നത് സർക്കാർ ജീവനക്കാരെയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കൈക്കൂലി ഉൾപ്പെടെയുള്ള കേസുകൾ വർദ്ധിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ ജീവനക്കാർക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കാനാണ് സർക്കാർ തീരുമാനം. സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ് സർക്കാർ ജീവനക്കാർക്കെതിരായ പരാതികളിൽ ഏകപക്ഷീയമായ അന്വേഷണ നടപടികൾക്ക് തടയിട്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഏതെങ്കിലും ജീവനക്കാരനെതിരെ പരാതി ലഭിച്ചാൽ അന്വേഷണത്തിന് ഉത്തരവിടുന്നതിന് മുൻപായി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പരാതിയുടെ പകർപ്പ് സഹിതം ബന്ധപ്പെട്ട ജീവനക്കാരനും അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനും നോട്ടീസ് അയക്കണമെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. മേലുദ്യോഗസ്ഥൻ വിയോജിച്ചാൽ കേസെടുക്കാനാകില്ല എന്നതാണ് തീരുമാനത്തിൽ ഒരു പഴുതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജീവനക്കാരെ സ്വാധീനിക്കാനുള്ള സർക്കാരിന്റെ ശ്രമമാണിതെന്ന ആരോപണവും ശക്തമാണ്. പുതുതായി നിലവിൽ വന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ അഭിപ്രായം. കൂടാതെ എന്ത് പരാതിയാണെങ്കിലും ജീവനക്കാർക്ക് അവരുടെ ഭാഗം വിശദീകരിക്കാൻ അവസരം നൽകുകയും വ്യാജ പരാതികളിൽ നിന്ന് സംരക്ഷണം നൽകുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ആഭ്യന്തര വകുപ്പ് പറയുന്നു. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം മജിസ്ട്രേറ്റിന്റെ നോട്ടീസ് ലഭിച്ചാൽ ജീവനക്കാരന്റെ മേലുദ്യോഗസ്ഥൻ പരാതിയെക്കുറിച്ച് അന്വേഷിക്കണം. വാദിയെയും പ്രതിയെയും പൂർണ്ണമായി കേട്ട ശേഷമാവണം മേലുദ്യോഗസ്ഥൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ആരോപണ വിധേയനായ ജീവനക്കാരനെതിരെ മുൻപ് വകുപ്പുതല നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും റിപ്പോർട്ടിൽ വ്യക്തമാക്കണം. ഇതോടൊപ്പം പരാതിയിൽ ഉൾപ്പെട്ട ജീവനക്കാരനും മജിസ്ട്രേറ്റിന് നേരിട്ട് വിശദീകരണം നൽകണം. മേലുദ്യോഗസ്ഥന്റെ റിപ്പോർട്ടും ജീവനക്കാരന്റെ വിശദീകരണവും പരിശോധിച്ച ശേഷമായിരിക്കും പരാതിയിൽ തുടർ അന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ മജിസ്ട്രേറ്റ് അന്തിമ തീരുമാനമെടുക്കാം. ചുരുക്കത്തിൽ പരാതി ലഭിച്ചാൽ മേലുദ്യോഗസ്ഥൻ അനുകൂല റിപ്പോർട്ട് നൽകിയാൽ പോലീസിന് കേസെടുക്കാനാകില്ല. ഇനി കുറച്ച് കണക്കുകൾ കൂടി പരിചയപ്പെടുത്താം. കഴിഞ്ഞ 3.5 വർഷത്തിനിടെ വിവിധ സർക്കാർ വകുപ്പുകളിലെ 539 ജീവനക്കാരുടെ പേരിലാണ് അഴിമതി, കൈക്കൂലി കേസുകൾ വിജിലൻസ് കണ്ടെത്തിയത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ളവയിൽ 323 എണ്ണം അഴിമതി കേസുകളാണ്. കൈക്കൂലി കേസുകൾ 216 എണ്ണം ഉണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പേരിലാണ് കൂടുതൽ കേസുകൾ ഉള്ളത്. വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ പേരിൽ മാത്രം 126 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. റവന്യൂ, സഹകരണം, പോലീസ്, ഗതാഗതം എന്നീ വകുപ്പുകളും ഒട്ടും പിന്നിലല്ല. റവന്യൂ വകുപ്പിൽ 101 കേസുകൾ, സഹകരണ വകുപ്പ് ജീവനക്കാരുടെ പേരിൽ 41 കേസുകൾ, പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ 27 കേസുകളും എടുത്തിട്ടുണ്ട്. 2018 മുതൽ 2023 വരെയുള്ള 5 വർഷം സംസ്ഥാനത്ത് 561 ജീവനക്കാരുടെ പേരിലായിരുന്നു അഴിമതി കേസുകൾ വിജിലൻസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഈയിടെ കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അഴിമതിക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങണമെങ്കിൽ കടമ്പകൾ ഏറെ കടക്കാനുണ്ട്. ഇത് തന്നെയാണ് അഴിമതി തുടരാൻ ഇത്തരക്കാർക്ക് പ്രചോദനമാകുന്ന മറ്റൊരു ഘടകം. കൈക്കൂലി കേസുകളിൽ കെണിയിൽപ്പെടുത്തിയായിരുന്നു ഉദ്യോഗസ്ഥരെ വീഴ്ത്തിയിരുന്നെങ്കിൽ പണം നേരിട്ട് കൈപ്പറ്റാതെ മറ്റ് പല മാർഗങ്ങളും വഴി കൈക്കൂലി വാങ്ങാൻ വൈദഗ്ധ്യം നേടിയവരും കൂട്ടത്തിലുണ്ട്. സസ്പെൻഷൻ കാലത്ത് 35% ശമ്പളം തടഞ്ഞു വെക്കുന്നതാണ് ആകെ ലഭിക്കുന്ന ശിക്ഷ. സസ്പെൻഷൻ ഒഴിവായാലോ മുഴുവൻ ശമ്പളവും ലഭിക്കും. കേസിൽ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ തടഞ്ഞുവെച്ച ശമ്പളവും ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടെ കിട്ടുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ സർക്കാർ ഓഫീസുകളിലെ വിജിലൻസിന്റെ മിന്നൽ പരിശോധനയും കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെടുക്കലും പ്രഹസനമാവുകയാണ്. ഇത്തരം കേസിൽ വകുപ്പ് മേധാവിക്ക് റിപ്പോർട്ട് അയക്കൽ മാത്രമാണ് വിജിലൻസിന്റെ ചുമതല.